ഇതുവരെയും ട്രെൻഡ് ഔട്ട് ആവാത്ത ഒരു അടിപൊളി ഹെയർ സ്റ്റൈലാണ് ഈ ഫ്രഞ്ച് ബ്രൈഡൽ ഹെയർ സ്റ്റൈൽ. പക്ഷേ അധികം അങ്ങനെ ആരും ഈ ഒരു ഹെയർ സ്റ്റൈൽ ഇങ്ങനെ ചെയ്തിട്ടുള്ളത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ അതെങ്ങനെ സിമ്പിളായിട്ട് കുറച്ച് ട്രിക്കൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് കുറച്ചുകൂടി സിമ്പിളാക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാനിവിടെ ഈ സൈഡ് സെക്ഷൻ എടുത്തിട്ടാണ് കേട്ടോ കിട്ടുന്നത്. അപ്പോൾ എനിക്ക് ആ സൈഡ് പാർട്ടീഷനെ ചേരുള്ളതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ആ സൈഡ് പാർട്ടീഷൻ എടുത്തിട്ട് ഞാൻ ചെറിയൊരു പോർഷൻ മുകളിൽ നിന്ന് ചീക്ക് ബാക്കിലോട്ട് ഞാൻ ആദ്യം തന്നെ ഒന്ന് ക്ലിപ്പ് ചെയ്ത് വയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ അപ്പുറത്തെ സൈഡും ചെറിയൊരു പോർഷൻ എടുത്ത് ബാക്കിലോട്ട് ക്ലിപ്പ് ചെയ്ത് വയ്ക്കുന്നുണ്ട്, ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ. അതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഹെയർ നന്നായിട്ട് ഒതുങ്ങിയിരിക്കണം. അതിന് വേണ്ടിയിട്ട് ഓയിൽ ചെയ്യാം. എൻ്റെ ഹെയറിൽ ഇപ്പോൾ നല്ല പോലെ ഓയിലുണ്ട്. നിങ്ങൾക്ക് ഇനി ഓയിൽ വേണ്ടാന്നുണ്ടെങ്കിൽ ജസ്റ്റ് സ്പ്രേ ബോട്ടിലിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഹെയറിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മുടി ആ ഒരു സമയം നന്നായിട്ട് ഒതുങ്ങിയിരിക്കും കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യുക, ആ ക്ലിപ്പ് ചെയ്ത് വെച്ചിട്ട് ആ രണ്ട് സൈഡിലുള്ള മുടി ഒന്ന് എടുത്തിട്ട് താഴെ നിന്ന് ചെറിയൊരു പോർഷൻ കൂടി എടുക്കുക. എന്നിട്ട് പിന്നെ എന്താ ഈ സൈഡിൽ നിന്ന് കുറച്ച് ഇങ്ങനെ കൈ കൊണ്ട് തന്നെ കുറച്ച് മുടിയെടുത്ത് ഇതിലോട്ടിങ്ങനെ ആഡ് ചെയ്ത് കണ്ടില്ലേ, ഇതുപോലെ ആഡ് ചെയ്ത് പോവാം. ഇത്രയേ ഉള്ളൂ. ഈ ഒരു പ്രോസസ്സ് തന്നെ ലാസ്റ്റ് വരെ നമ്മളിങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടേയിരിക്കണം. അപ്പം ഞാൻ ഇങ്ങനെ ബ്ലാ 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 എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല, കാണുമ്പോഴേ അതിങ്ങനെ കണ്ട് മനസ്സിലാക്കണം. അതാണ് ഇതിൻ്റെ ഒരു കാര്യം. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ചെയ്യുക. പണ്ടൊക്കെ ഉണ്ടല്ലോ, ഞാനാണെങ്കിൽ സ്ഥിരം ചെയ്യുന്ന ഹെയർ സ്റ്റൈലാണ്. ഇപ്പോൾ ശരിക്കും ഞാൻ ഈ ഹെയർ സ്റ്റൈൽ ചെയ്തിട്ട് ഒരു 4-3 വർഷമെങ്കിലും വരും. അത് കഴിഞ്ഞ് ഞാൻ ഇതിപ്പോൾ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. എനിക്ക് എന്തായാലും പറ്റില്ല എന്നാണ് വിചാരിച്ചത്. പക്ഷേ എന്തായാലും ഒരു ഫസ്റ്റ് ട്രൈ, ഇത്രയും കാലത്തിനിടയിൽ ചെയ്ത ഒരു ഫസ്റ്റ് ട്രൈ എന്ന നിലയ്ക്ക് എനിക്ക് സക്സസ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷേ നമ്മൾ ആ കൈയൊക്കെ നല്ല രീതിക്ക് പൊന്നു മക്കളെ വേദനിക്കും. പക്ഷേ നമ്മൾ ചെയ്ത് വരുമ്പോഴത്തേക്കും അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഞാൻ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുമായിരുന്നു കേട്ടോ. ഞാൻ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു സംഭവം. വെച്ചാൽ നമ്മൾ സ്റ്റാറായിരിക്കും. വെറൈറ്റി അല്ല, എല്ലാവർക്കും ഇങ്ങനെ ഫെമിലർ ആയിട്ടുള്ള ഹെയർ സ്റ്റൈൽ ആണെങ്കിലും അധികം അങ്ങനെ ആരും ചെയ്യില്ലല്ലോ, അതാണ്. അപ്പോൾ പിന്നെ അത് നമ്മളൊന്ന് സ്റ്റാറാവും. ജസ്റ്റ് നമ്മളിങ്ങനെ ഒന്ന് ഫുള്ള് ഇങ്ങനെ പിന്നെ കൊടുത്തിട്ട് കണ്ടില്ലേ, സൈഡ് പാർട്ടീഷനൊക്കെ അങ്ങനെയുണ്ട്, ഒന്നിങ്ങനെ വലിച്ചു കൊടുക്കുക. അപ്പോൾ നല്ല ഭംഗിയിൽ ഇഷ്ടമായില്ലേ, എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടാൽ. അപ്പോൾ ലാസ്റ്റ് നമ്മളിത് വച്ച് കൊടുത്തിട്ടില്ലേ ആ ഒരു ക്ലിപ്പ്, ആ 2 ക്ലിപ്പ് നമുക്ക് അവിടെ നിന്ന് എടുക്കാം കേട്ടോ. ആ ഒരു ക്ലിപ്പിൻ്റെ നമുക്ക് ആവശ്യമില്ല. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. കൂടെ എൻ്റെ ഒരു ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഹെയർ സ്റ്റൈൽ ഇഷ്ടമായോ എന്നൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ബൈ.